നമസ്കാരം. കണ്ണൂർ എല്ലാ കാലത്തും CPMൻ്റെ ഉരുക്ക് കോട്ടയാണ്. അവിടെ പാർട്ടി തീരുമാനിക്കുന്നു, അവ നടപ്പിലാക്കുന്നു എന്നുള്ളതല്ലാതെ അതിനെ ചോദ്യം ചെയ്യാൻ ഇന്നേ വരെ ആരും ധൈര്യം കാട്ടാറില്ല എന്നുള്ളതാണ് സത്യം. MV രാഘവനെയൊക്കെ പോലെയുള്ള, അല്ലെങ്കിൽ പണ്ട് പുത്തലത്ത് നാരായണനെയൊക്കെ പോലെ അപൂർവം പേർ മാത്രമാണ് പാർട്ടി നേതൃത്വത്തിനെതിരെ പരസ്യമായ രംഗത്ത് വരാൻ അന്നൊക്കെ തയ്യാറായിരുന്നത്. ഏതായാലും ഇന്നലെ കണ്ണൂർ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK ഗോവിന്ദൻ തളിപ്പറമ്പിലെ PK ശ്യാമളയുടെ, അതായത് MV ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാര്യയുടെ സ്ഥാനാർത്ഥിനെതിരെ രംഗത്തെത്തിയതും അദ്ദേഹം താൻ അവിടെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചതുമൊക്കെ CPMനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയാണ്. ഒരുപക്ഷെ ആലപ്പുഴയിൽ G സുധാകരൻ്റെ പ്രഖ്യാപനത്തെക്കാളും പാർട്ടി നടുക്കിയ പ്രഖ്യാപനം TK ഗോവിന്ദൻ്റേതായിരുന്നു. കാരണം സുധാകരൻ കുറേ നാളുകളായി, വർഷങ്ങളായി തന്നെ ഇപ്പോൾ പാർട്ടിയുമായി അത്ര നല്ല ബന്ധത്തിലൊന്നും ആയിരുന്നില്ല. അദ്ദേഹം മെമ്പർഷിപ്പ് പോലും പുതുക്കിയിട്ടില്ലായിരുന്നു. കണ്ണൂരിലെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ആവുക എന്ന് പറയുന്നത് CPMനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെ മാത്രമാണ് അവർ ജില്ലാ സെക്രട്ടേറിയറ്റിൽ പോലും ഉൾപ്പെടുത്താറുള്ളത്. മാത്രമല്ല TK ഗോവിന്ദൻ പ്രധാനപ്പെട്ട ഒരുപാട് പദവികൾ വഹിച്ചിട്ടുണ്ട്. അദ്ദേഹം ഹാൻവ്യൂവിൻ്റെ ചെയർമാനായിരുന്നു ഈയിടെ. അതുപോലെ മറ്റ് സുപ്രധാന സഹകരണ മേഖലയിലൊക്കെ തന്നെ പദവികൾ വഹിച്ചിരുന്ന വ്യക്തി കൂടിയാണ്. കൂടാതെ വളരെ സൗമ്യനായ ഒരു നേതാവ് എന്നറിയപ്പെടുന്ന ആൾ കൂടിയാണ് TK ഗോവിന്ദൻ. കണ്ണൂരിലെ നേതാക്കൾക്കിടയിൽ അദ്ദേഹം ഒരു സൗമ്യമുഖം കൂടിയാണ്. അങ്ങനെയുള്ള TK ഗോവിന്ദൻ അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം മാത്രമല്ല, MV ഗോവിന്ദൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങളും അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. തളിപ്പറമ്പിൽ നടക്കുന്ന ഹാപ്പിനെസ് ഫെസ്റ്റിവലിനനുബന്ധിച്ചുള്ള ക്രമക്കേടുകൾ, സാമ്പത്തിക ക്രമക്കേടുകൾ, ഗോവിന്ദൻ മാസ്റ്ററുടെ മകനുള്ള വ്യവസായ ബന്ധങ്ങൾ, ഇതിലേറ്റവും പ്രധാനപ്പെട്ടതായി മറ്റൊന്നുള്ളത് ആന്തൂരിലെ കൺവെൻഷൻ സെൻറ്റർ ഉടമയായിരുന്ന സാജൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അന്ന് PK ശ്യാമളയ്ക്കെതിരെയാണ് ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിരുന്നത്. ഈ കൺവെൻഷൻ സെൻറ്റർ ഒരു കാരണവശാലും തുറക്കാൻ തന്നെ അനുവദിക്കുകയില്ല എന്ന് PK ശ്യാമള അന്ന് പ്രഖ്യാപിച്ചിരുന്നു എന്നും അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഭയന്നിട്ടാണ് സാജൻ ആത്മഹത്യ ചെയ്തത് എന്നുമാണ് വാർത്തകൾ പുറത്തു വന്നിരുന്നത്. എന്നാൽ അന്ന് P ജയരാജൻ്റെ നേതൃത്വത്തിൽ വലിയ തോതിൽ PK ശ്യാമളയെ സംരക്ഷിക്കുന്ന രീതിയാണ് അന്ന് സ്വീകരിച്ചത് എന്നും, എന്നാൽ പിന്നീട് പാർട്ടി ചെയ്തത് P ജയരാജൻ ഉൾപ്പെടെയുള്ളവരെ ഒതുക്കുന്നതാണ് എന്നുമാണ് ഇന്നലെ TK ഗോവിന്ദൻ വെളിപ്പെടുത്തിയത്. മാത്രവുമല്ല, കണ്ണൂരിലെ CPM നേതാക്കളുടെ ഒരുപാട് രഹസ്യങ്ങൾ അറിയാവുന്ന വ്യക്തി കൂടിയാണ് TK ഗോവിന്ദൻ. നാളെ സ്ഥാനാർത്ഥി അദ്ദേഹം രംഗത്തെത്തി കഴിഞ്ഞാൽ ഈ പലരുടെയും പല കാര്യങ്ങളും അദ്ദേഹം പുറത്തേക്ക് വലിച്ചിടുമോ എന്നുള്ളൊരു ഭയവും കണ്ണൂരിലെ നേതാക്കൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും കണ്ണൂരിലെ പാർട്ടി നേതൃത്വം നടത്തിയത്. പക്ഷേ TK ഗോവിന്ദനാകട്ടെ തൻ്റെ നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുക തന്നെയാണ്. MV ഗോവിന്ദൻ ചെയ്തത് ശരിയായ നടപടിയല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നത് MV ഗോവിന്ദൻ നേരത്തെ 3 തവണ MLA ആയിരുന്നു. അദ്ദേഹം കുറച്ചുകൂടെ മന്ത്രിയായിരുന്നപ്പോഴാണ് അദ്ദേഹം പാർട്ടി സെക്രട്ടറിയായി മാറിയത്. അങ്ങനെയുള്ള അദ്ദേഹം 4ാം തവണ ഇപ്പോൾ തന്നെ ഭാര്യയെ പിൻഗാമിയായി കൊണ്ടുവന്നത് അത് CPMൻ്റെ പ്രഖ്യാപന നയത്തിന് യോജിച്ചതല്ല എന്നാണ് TK ഗോവിന്ദൻ പറയുന്നത്. അതേസമയം CPMൻ്റെ ഒരു വിഭാഗം നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത് AKG ജീവിച്ചിരുന്ന സമയത്ത്, അദ്ദേഹം പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറായിരുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ഭാര്യയായ സുശീല ഗോപാലനും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് MP ആയി ഡൽഹിയിലെത്തിയിട്ടുണ്ട്. അത് രണ്ടുപേരും അന്ന് MP മാരായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഒരു പാരമ്പര്യത്തിൻ്റെ പ്രശ്നമൊന്നും അവിടെ ഉദിക്കുന്നില്ല എന്നും പണ്ടും ഇത്തരത്തിലുള്ള നടപടികളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നും PK ശ്യാമള നേരത്തെയും പാർട്ടി പ്രവർത്തക തന്നെയായിരുന്നു എന്നും ആന്തൂരിലെ നഗരസഭാ അധ്യക്ഷയായിരുന്നു എന്നുള്ള കാര്യമൊക്കെ തന്നെ അവർ ചൂണ്ടിക്കാട്ടുന്നു. പക്ഷേ CPMനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് TK ഗോവിന്ദൻ ഇക്കാര്യമായി രംഗത്തെത്തിയത് വലിയ തോതിലുള്ള നാണക്കേടുണ്ടാക്കി എന്നുള്ളത് ഉറപ്പാണ്. കാരണം CPM എപ്പോഴും തത്വാധിഷ്ഠിത പാർട്ടിയാണെന്നും തത്വങ്ങളുടെ അടിസ്ഥാനത്തിലും ആദർശത്തിൻ്റെ അടിസ്ഥാനത്തിലും പ്രവർത്തിക്കുന്ന പാർട്ടിയാണെന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഇപ്പോൾ ഈ കുടുംബഭരണം, വംശാധിപത്യം എന്ന് പറയുന്ന ഒരു കാര്യം വളരെ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ നാളെ മറ്റ് പ്രമുഖരായ നേതാക്കളുടെയൊക്കെ തന്നെ മക്കളും ഭാര്യയും ബന്ധുക്കളുമൊക്കെ തന്നെ സ്ഥാനാർത്ഥിത്വം തേടി എത്തിയാൽ അന്നും എന്ത് ന്യായമായിരിക്കും ഈ ഗോവിന്ദ മാഷിനെ പോലുള്ള ആളുകളുടെ ഉൾപ്പെടുന്ന നേതൃത്വം പറയുക എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ TK ഗോവിന്ദനൊപ്പം നിൽക്കുന്നവർ ഉയർത്തുന്നത്. ഇതൊന്നും കൂടാതെ പയ്യന്നൂരിൽ അവിടെ V കുഞ്ഞികൃഷ്ണൻ, വളരെ ആദർശധീരനായ പഴയ തലമുറയിൽപ്പെട്ട V കുഞ്ഞികൃഷ്ണനും കൂടി ഇപ്പോൾ സ്ഥാനാർത്ഥിയായി രംഗത്തെത്തുമ്പോൾ ഇനി എന്ത് നിലപാടായിരിക്കും CPMനെ കണ്ണൂരിൽ സ്വീകരിക്കാൻ കഴിയുക എന്നുള്ള ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. നേരത്തെ ആയിരുന്നെങ്കിൽ ഇവരെയൊക്കെ കായികമായി നേരിടുന്നതായിരുന്നു CPMൻ്റെ രീതിയെങ്കിൽ, പക്ഷേ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അതൊന്നും തന്നെ നടപ്പില്ല എന്നെല്ലാവർക്കും അറിയാം. കാലം മാറിയിരിക്കുന്നു. ഇവർ മത്സരിക്കുകയും ഒരുപാട് രഹസ്യങ്ങൾ പുറത്തുവിടുകയൊക്കെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയ തോതിലുള്ള ഡാമേജ് പാർട്ടിക്ക് ഉണ്ടാക്കുമെന്ന് അവർക്കറിയാം. മാത്രമല്ല UDF V കുഞ്ഞികൃഷ്ണനും അതുപോലെ TK ഗോവിന്ദനും ഒക്കെ തന്നെ പിന്തുണ പരസ്യമായി പ്രഖ്യാപിച്ച് രംഗത്തെത്തി കഴിഞ്ഞാൽ അത് വലിയ തോതിൽ CPMന് തിരിച്ചടിയാകുമെന്നും, തളിപ്പറമ്പിൽ പാർട്ടിക്ക് ഒരുപക്ഷെ തിരിച്ചടിയേറ്റ് പരാജയമുണ്ടായാൽ പോലും അതിൽ അത്ഭുതപ്പെടാനില്ല എന്നുമാണ് കണ്ണൂരിലെ ഒരു വിഭാഗം CPM നേതാക്കൾ കരുതുന്നത്.